بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ നോമ്പിലെ ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം അള്ളാഹു നന്ദിയോടുകൂടി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ശക്തികളുണ്ട്. അള്ളാഹുവിൽ നൽകിയ ഒരു വിശ്വാസി ഉടമപ്പെടുത്തുന്ന ശക്തികളിൽ ഏറ്റവും വലിയ ഒരു ശക്തി എന്നത് അവൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാനത്തെയും ആദ്യത്തെയും ആയുധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രയോഗിക്കുകയും അതിൻ്റെ ഫലം എല്ലാ മനുഷ്യരും കാണുകയും ഈ ലോകത്ത് തന്നെ അനുഭവിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു വിശ്വാസി അവൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും അവൻ്റെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി, അവൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, അവൻ്റെ ആവശ്യങ്ങളെല്ലാം ലഭ്യമാവാൻ വേണ്ടി, അവന് നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവന് അള്ളാഹുവിനോട് തേടാനുള്ള ഏകമായ ഒരു വസീലയാണ്, ഒരു മാർഗമാണ് പ്രാർത്ഥന എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ഒരു വിശ്വാസി അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹുവിന് മാത്രം നൽകുന്ന ഒരു ആരാധനയുടെ ഒരു മുഖ്യ ഘടകവുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്. ആ ആരാധനയിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത് അവൻ്റെ ശക്തി കൂടിയാണ്. കാരണം ഒരാൾക്കും വാതിൽ അടക്കാൻ പറ്റാത്ത, ഒരാൾക്കും അവന് തടസ്സം സൃഷ്ടിക്കാൻ കഴിയാത്ത, ഭൂമിയിലെ പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ വാതിലുകളും അവൻ്റെ മുമ്പിൽ അടയുമ്പോൾ വാനലോകത്തിൻ്റെ തുറന്നിട്ട വാതിലുകൾ അവനിക്ക് മുമ്പിൽ നിലനിൽക്കുന്ന ഏകമാർഗമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് ഒരു വിശ്വാസി എപ്പോഴൊക്കെയും അവൻ കൈയുയർത്തുകയും അവൻ്റെ മനമുയർത്തുകയും ചെയ്യുന്നുവോ, ആ വാതിലുകൾ അവൻ്റെ മുമ്പിൽ തുറന്നിടുകയും അള്ളാഹു അത് കേൾക്കുകയും അവന് തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകുമെന്ന് അവന് വാഗ്ദത്തം നൽകുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നോമ്പിനെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നോമ്പുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ആയത്ത് അതിൻ്റെ മധ്യത്തിൽ അള്ളാഹു കൊടുക്കുന്നുണ്ട്. ആ ആയത്തിലെ വിഷയം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി. എൻ്റെ ദാസൻ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവനോട് ഞാൻ ഏറ്റവും അടുത്തവനാണ്. അതിൻ്റെ അടയാളം എന്താണ്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിശ്വാസിക്ക് ഏത് സമയവും ഏത് കാര്യവും അനുവദനീയമായ എല്ലാ കാര്യങ്ങളും അവനോട് ചോദിക്കാവുന്നതാണ്. എന്നു മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളെയും അത് തരണം ചെയ്യുവാൻ, എല്ലാ പ്രതിസന്ധികൾക്ക് മുകളിലും ഒരു രക്ഷാമാർഗം നൽകുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അത് ചോദിക്കാനുള്ള ഏക വഴി അത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ തുടങ്ങി വെച്ചത്, ബദറിൽ നമുക്ക് കാണിച്ചു തന്നത്, ഗസയിൽ വരെ അള്ളാഹു നമ്മുടെ മുമ്പിൽ തെളിവായി ചെയ്തത്, അവിടെയൊക്കെയും വിശ്വാസികളുടെ എല്ലാ ദൗർബല്യങ്ങളെയും മറികടന്ന്
അവർക്ക് വിജയത്തിൻ്റെ പേമാരി നേടിക്കൊടുത്ത ആയുധമാണ് എന്ത്? പ്രാർത്ഥന. ആ പ്രാർത്ഥനയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പ്രതികരിക്കുക? അള്ളാഹു 3 വിധത്തിൽ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥനയോട് അള്ളാഹു എങ്ങനെയാണ് പ്രതികരിക്കുക? ഇതെൻ്റെ ഈ വിഷയത്തിലെ ഇന്നത്തെ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അഹ്മദിൽ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഒരു മുസ്ലിമായ ഒരാൾ അള്ളാഹുവിനോട് കുടുംബബന്ധം മുറിക്കുവാനും ദോഷമായ കാര്യത്തിനും ഒഴികെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ 1/3 അള്ളാഹു നൽകാതിരിക്കുകയില്ല. 1 അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി പരലോകത്തേക്ക് അള്ളാഹു അത് സൂക്ഷിച്ചു വെക്കും. അതുമല്ലെങ്കിൽ അതിന് തത്തുല്യമായ വിധം ഒരു മുസീബത്ത് അള്ളാഹു അവനിൽ നിന്ന് തിരിച്ചു കളയും. സഹോദരന്മാരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഉള്ളുരുകി പ്രാർത്ഥിക്കുക, സന്തോഷത്തിലും സന്താപത്തിലും പ്രാർത്ഥിക്കുക. നന്മ ലഭ്യമാവാനും തിന്മ നീങ്ങിക്കിട്ടുവാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും മരണാനന്തര ജീവിതത്തിലെ പൂർണ്ണമായ സമാധാനത്തിനും വിജയത്തിനും വേണ്ടി സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുക. ഏറ്റവും ഉത്തമമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മൾ. അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.